യൂട്യൂബിൽ ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു സംഭവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല നമ്മൾ ആ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഡയറി എന്ന് പറയുന്നത്. യൂട്യൂബേഴ്സായ എല്ലാവരുടെയും ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് പ്ലേ ബട്ടനാണ്. അത് പെട്ടെന്നൊന്നും കിട്ടത്തില്ല, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ എൻ്റെ യൂട്യൂബിൻ്റെ ഡയറിക്ക് ഒരു കവറിങ് പ്ലേ ബട്ടൺ കൊടുക്കുക എന്നുള്ളൊരു ചിന്തയെന്നാട്ടോ ഈ വീഡിയോ വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ വെളിയിൽ നിന്നൊരു സംഭവം വാങ്ങിച്ചിട്ടില്ല, വീട്ടിലുള്ള ചെറിയ ചെറിയ മുടുക്ക് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ആദ്യം ഞാൻ നമ്മുടെ ഡയറിയുടെ ഷേപ്പിനുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ അകത്ത് ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ, സ്ക്വയറല്ല സൈഡിൽ ശകലം സർക്കിൾ ഷേപ്പിൽ ഞാനത് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലൊരു കട്ടർ ഉപയോഗിച്ചിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഗൈസ് നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടനകത്ത് ഗ്ലാസ്സാണുള്ളത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ ചോറ് പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറില്ലേ, ആ പേപ്പറാട്ടോ ഉപയോഗിക്കുന്നത്. ആ പേപ്പർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതായിരിക്കും ഞാൻ അകത്ത് വെക്കുന്നത്. ആ ഷീറ്റിനെ ഒന്ന് നമുക്ക് അതിനകത്തുനിന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫെവിബോണ്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കാം കേട്ടോ. ഫെവിക്കോൾ ഒട്ടേക്ക് ചെയ്യും. ഞാൻ പിന്നെ ഫെവിബോണ്ട് ഉപയോഗിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ അകത്തെ ട്രയാങ്കിളില്ലേ, നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോയുടെ അകത്തുള്ള ട്രയാങ്കിൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ പീസും കട്ട് ചെയ്തെടുത്തു. നമുക്ക് വേണ്ട മെയിൻ താരമാണ് കേട്ടോ ഇത്. നമ്മൾ സിൽവർ പ്ലേ ബട്ടണാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സിൽവർ പെയിൻ്റ് ഇല്ല. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മളെ കല്യാണ വീടുകളിലൊക്കെ ഈ ഫുഡ് വേസ്റ്റ് നമ്മളെ ടേബിളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വിരിക്കുമല്ലോ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. പണ്ടങ്ങളുടെ ബാക്കി വന്നത് വീട്ടിലിരുന്നതാണ്. അതാണ് ഞാനിവിടെ കവറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് എക്സാക്റ്റ് ഒരു സിൽവർ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ പേപ്പറുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുക്ക് പൊതിയുന്ന പേപ്പറില്ലേ, ആ പേപ്പറും ഈ കളറിൽ കിട്ടത്തുണ്ട്. ആ പേപ്പറായാലും ഉപയോഗിച്ചാൽ മതി. ആ പേപ്പർ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ കാർഡ്ബോർഡിനെ ഫെവിബോണ്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഒട്ടിച്ചതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ബുക്ക് പൊതിയത്തില്ലേ നമ്മൾ, ആ ബുക്ക് പൊതിയുന്ന പോലെ ഈ ഷീറ്റിനെ നമ്മൾ ആ ഒരു ഡയറിക്ക് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ ഡയറി നമ്മൾ ഇതുപോലെ അതിൻ്റെ കവറിങ് പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കി ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്കൊരു മിനുക്ക് പണികളുണ്ട്. അതും കൂടെ ആവുമ്പോൾ നമ്മൾ ഡയറി ഇവിടെ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ ട്രയാങ്കിളില്ലേ, ആ ട്രയാങ്കിളിനെയും ഞാൻ നേരത്തെ ആ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെയും നമ്മൾ ഈ ഡയറിക്കുള്ളിൽ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ യൂട്യൂബിൻ്റെ കുറേ ഇൻഫർമേഷൻസ് അതെല്ലാം ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം വൈറ്റ്നർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് റെഡി ആവത്തില്ല കേട്ടോ, ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അതിനെ നല്ല ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡയറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, യൂട്യൂബേഴ്സിന് വളരെ ഇഷ്ടപ്പെടും, ബിഗിനേഴ്സിനും വളരെ എളുപ്പം ചെയ്യാവുന്നതല്ലോ കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റുവാണ്. AJ ക്രിയേഷൻസ് എന്നുള്ളത് മുല്ലപ്പൂ നാക്കുവാണ്. നിങ്ങളെ സജഷൻസും കൂടി എന്നെ അറിയിക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.